എന്നാ നമുക്കൊരു ഗെയിം കളിച്ചു നോക്കാം. മക്കളൊന്ന് കൈവയ്ക്കുക ഒന്നും കൂടി. അയ്യോ, തൊട്ടടുത്ത് പാരൻസ് ഉണ്ടാ? പാരൻസിന് ഉമ്മ കൊടുത്തിട്ട് എത്ര ദിവസമായി? ഉമ്മേ ഡെയിലി ട്രെയിനർമാരോട് നോണ പറഞ്ഞാൽ നരകത്തിൽ പോകുന്ന ആരോ പറഞ്ഞിട്ട് കേട്ടോ. അവിടെ ഭയങ്കര സീനാന്നാ കേട്ടെ. തൊട്ടടുത്ത് ഇടി നിന്റെ ഉമ്മേത്? അല്ല, വെറുതെ ഒരാളുടെ കൂടെ കയറിയിരിക്കുക. അമ്മേ മോനെ നിന്റെ അമ്മേത് ആണോ? മാം ലാസ്റ്റ് ഉമ്മ എന്നാ കിട്ടിയേ? വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ ഡെൻസ് ഫോറസ്റ്റ്. കഥ ആലോചിക്കുക. എന്നായിരുന്നു അത്? ഈ അടുത്ത കാലത്ത് എങ്ങാനും എന്നായിരുന്നു അത്? കുറച്ച് നാൾ മുമ്പ്. ഈ വണ്ടിയൊക്കെ ഇടിക്കണ മാതിരി 4 ദിവസം അവിടെ ഒരു ബസ് ഇടിച്ചില്ലേ? അതേപോലെ ഒന്നാലോചിച്ച് നോക്കിയ പാരൻസ്, നമ്മൾ ജയിക്കുകയാണോ തോൽക്കാണോ? നമ്മൾ ജയിക്കുകയാണോ തോൽക്കാണോ? ഇപ്പൊ കളിക്കാൻ ധൈര്യം ഉണ്ടാ? കൊടുക്കണം അമ്മയ്ക്ക്. ക്യാമറയെ സാക്ഷ്യമാക്കി. അയ്യോ കിട്ടിയ ചേട്ടാ, കിട്ടിയില്ലടാ, ഒന്നും കൂടിയടാ. ഇത്ര സ്പീഡ് വേണ്ട, പതുക്കെ. ആ ക്യാമറ ചേട്ടന് കിട്ടണം. ചേട്ടാ പിടിച്ചോ. ഇതൊക്കെ റയർ സീന. ഇതിൽ കാണിക്കാൻ പറ്റുമോ എല്ലാവർക്കും? അങ്ങനെ പറ്റുമോ? പറ്റില്ലായിരിക്കും അല്ലേ? എന്നാലും എൻ്റെ ഭാഗത്തും തെറ്റിട്ട്. ചേട്ടാ പിടിച്ചോ, റെഡി. മോനെ ഒന്ന് സെറ്റായിട്ട് കൊടുത്തേ. അതാണ് എന്താ അമ്മയോടോ ഒരു സാധനം കിട്ടി തിരിച്ചു കൊടുത്തു. അമ്മ അവിടെ പറയാം കിട്ടട്ടെ തരട്ടെ. കാരണം എന്താ, ചെറുപ്പത്തിൽ കുറേ കൊടുത്തതാ അല്ലെ? ഉണ്ണി ചെറുപ്പത്തില് ഇത് കുഞ്ഞു വാവയിരിക്കണ സമയത്ത് എൻ്റെ പൊന്നെ വാവ എങ്ങനെ വന്നേ പൊക്കോ. അപ്പൊ വാവ ഇതെന്തിനാ? അങ്ങനെയൊന്നുമില്ല, ഒരു വഴിക്ക് പോണതല്ലേ, കൈ പിടിച്ചോ അല്ലെ? അങ്ങനെ കൊടുത്തിരുന്ന ഈ ഉമ്മ കുറഞ്ഞു വരിക. ഷോ ഇതല്ലേ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ റിയൽ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പേഴ്സണൽ ലൈഫ് അല്ലേ, അതിൽ സക്സസ് ആവണം. രണ്ടാമത്തെ ലൈഫ് എന്താ അറിയോ? ഫാമിലി ലൈഫ്. ഓമ്മ ഇപ്പോഴത്തെ പിള്ളേരെ ട്രെൻഡ് എന്താ അറിയോ? ദിസ് ഇസ് മൈ ലൈഫ്. യു ഓൾഡ് പീപ്പിൾ, ജനറേഷൻ ഗ്യാപ്പ്, ജെൻസിഡാ. ഞാൻ 80s ആണേ, 80s 9. നമ്മളേനെ ഇവർ വിളിക്കുന്ന പേരെന്താ അറിയോ? വസന്തങ്ങൾ. 80s 90s അപ്പന്മാരെ മക്കൾ വിളിക്കുന്ന പേരാണ് മിസ്റ്റർ വസന്തം. ഇവര് ഫുൾ വൈബ് പിള്ളേരാ. പക്ഷെ ഈ 80s വസന്തങ്ങളുടെ പ്രത്യേകത ഇത് കണ്ടുപിടിക്കണമെന്നില്ലെങ്കിൽ എൻ്റെ നിരീക്ഷണ പാഠവത്തിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ച ചില സത്യങ്ങളുണ്ട്. ഇവരൊക്കെ ഫേസ്ബുക്ക് ആയിരിക്കും ഉപയോഗിക്കുക. ഈ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ തരംതിരിവ് കാണാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഒക്കെ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് നിങ്ങൾ കാണണം. പെറ്റ തള്ള സഹിക്കില്ല. ഫേസ്ബുക്കിൽ കഥയാണ് എഴുതുക, കഥ. ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴേ എൻ്റെ വീഡിയോസ് കാണാറുണ്ടോ നിങ്ങൾ? നിങ്ങൾ സ്ഥിരമായിട്ടത് കാണണം, അത് നല്ലതാണ് എനിക്കും എൻ്റെ മക്കൾക്കും. നിങ്ങൾ ഇന്ന് തൊട്ട് കാണുമോ? ഒരു പാവപ്പെട്ട ട്രെയിനറുടെ ഭാഷയാണ്, അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഗുണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കാര്യത്തിലേക്ക് വാ. ഒരു ഉണ്ണിവാവയുടെ വീഡിയോ ആണ് ഞാൻ ഇന്ന് സാറിൻ്റെ അടുത്ത്, മറ്റേ പിയറ സാറിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തു. ഒരു ഉണ്ണിവാവ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ. ഉണ്ണിവാവ വന്നിട്ട് ബാത്റൂമിലും ഈ മൂത്രമൊഴിക്കാന്ന് പറയില്ല, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നടക്കേണ്ട സംഭവം, വീട്ടിൽ മൂത്രമൊഴിച്ചു. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന അമ്മയാണ്. അമ്മ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോയിൽ അമ്മ ചോദിക്കുക കൊച്ചിൻ്റെ അടുത്ത്, ആരടി മൂത്രമൊഴിച്ചത്? അപ്പോൾ കൊച്ചു കൊഞ്ചിയിട്ട് പറയും അമ്മ. അപ്പോൾ ഇവിടുന്ന് ഈ ചേച്ചിനെ കാണുന്നില്ല, ഇത് ക്യാമറ ഒരു ചേച്ചി വീണ്ടും പറയാം അമ്മയുണ്ടടി മൂത്രമൊഴിച്ചേ, പോയി തുണി എടുത്തിട്ട് വാ. ഇതാണ് വീഡിയോ കഴിഞ്ഞു ഒരു 30-40 സെക്കൻഡ്. ഇത് ഫേസ്ബുക്കിലും ഉണ്ട്, ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്. ഇൻസ്റ്റഗ്രാമിൽ എന്ത് ഡീസൻ്റാണെന്നറിയോ? തീയെ പോക കയ്യെ, തീയെ പോക കയ്യെ, തീയെ പോക കയ്യെ, തീയെ പോക കയ്യെ, ലവ് ചിഹ്നം, തീയെ പോക കയ്യെ, ലവ് ചിഹ്നം, ലവ് ചിഹ്നം, തീയെ പോക. ഇടയിൽ പറഞ്ഞാൽ ഞാനും വന്നാലേ ചോച്ച് വീറ്റ് അതിങ്ങനെ ഒരു 5-6 വരും. പക്ഷേ നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് വരണം. ഏതാണ് ഈ സ്ത്രീ? ഇതിന് തലയ്ക്ക് സുഖല്ലേ? ആ കുഞ്ഞു ഹൃദയം തകർന്നു കാണില്ലേ? ആ കൊച്ചു തുണിയെടുക്കുമ്പോൾ അതിൻ്റെ കയ്യിലുള്ള ബാക്ടീരിയ അതിൻ്റെ വയറ്റിനകത്ത് പോയി അത് പിന്നെ അൾസറായി ആ കൊച്ചിൻ്റെ കുടൽ ഓപ്പറേറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തൂലേ? എന്നിട്ടുണ്ടായെന്ന് ഞാൻ അത് കാരണം ഇപ്പോൾ എൻ്റെ വീഡിയോ 2 ഉണ്ട്. അപ്പന്മാർ ഫേസ്ബുക്കിൽ കണ്ടോ,
മക്കള് ഇൻസ്റ്റാഗ്രാം. അപ്പോൾ പേഴ്സണൽ ലൈഫ്, സോഷ്യൽ ലൈഫ്, അല്ല എന്താ ഫാമിലി ലൈഫ്.